എല്ലാവർക്കും നമസ്കാരം. ഞാനപ്പോൾ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കൃപാസനത്തിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. രാത്രിയിലാണ് പോയത്. അപ്പം നോക്കി രാത്രിയിലത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റും. പകലൊക്കെ പോയ ഭയങ്കര ആളാണ്. അപ്പോൾ രാത്രി എനിക്ക് തോന്നുന്നു ഞങ്ങൾ 8 മണി 9 മണിയൊക്കെ ആകാൻ തോന്നും. അപ്പോൾ അകത്ത് കയറിയപ്പം നമ്മുടെ കിണറൊക്കെ കാണാം. നല്ല ഭംഗിയാണ് രാത്രിയിൽ കാണാൻ, നല്ല വെട്ടത്തിലൊക്കെ. നമ്മുടെ കിണറുണ്ട്. അപ്പം നോക്കാം നമ്മുടെ അടുത്ത് അവിടെ എല്ലാം ഇപ്പം ആളൊന്നുമില്ല. അത് എൻ്റെ ചേട്ടനാണ്. ഇപ്പം ആളൊന്നുമില്ല. പക്ഷെ പകലൊന്നും ചെല്ലാൻ പറ്റില്ല. ആയിരക്കണക്കിന് ആൾക്കാരാണുള്ളത്. അപ്പം ഞാനവിടെയൊക്കെ നടന്നിങ്ങനെ വീഡിയോ എടുത്തു. ആൾത്താരയാണ്, യേശുവും കൃപാസന അമ്മ പ്രതീക്ഷപ്പെട്ട സ്ഥലം എല്ലാം ഉണ്ട്. നമ്മൾ പകലൊക്കെ പോകുമ്പോൾ ഇത് ഫുള്ളും ആൾക്കാരായിരിക്കുമേ. രാത്രി വന്നിരിക്കുക എന്ത് സുഖമാണെന്നറിയാം. നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി. എനിക്ക് കൃപാസനം കണ്ടിട്ടില്ലാത്ത, രാത്രി കണ്ടിട്ടില്ലാത്തതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടത്. ഭയങ്കര ശക്തിയാണ് അമ്മയ്ക്ക്. നിങ്ങളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കണം. നമുക്ക് കാര്യങ്ങളൊക്കെ സാധിക്കും. ഇപ്പം ഈ കളിയാക്കി പറയുന്നതൊന്നും ആരും വിശ്വസിക്കരുത്. നമ്മൾ വിശ്വാസത്തോട് ചെന്ന് കഴിഞ്ഞാൽ കൃപാസനം അമ്മ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. ഇതൊക്കെയാണ് രാത്രിയിൽ കണ്ടിരിക്കുന്ന കാഴ്ചകൾ. നല്ല സ്വസ്ഥമായിട്ടിരുന്നു, നല്ല സുഖമായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിക്കാം, സമാധാനത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം. പകൽ പോയാൽ പ്രാർത്ഥിക്കാം ആൾക്കാരാണെന്നേ ഉള്ളൂ. ഇതാണ് അകത്തെ ആൾക്കാർ. അവിടെ നിന്നാണ് അച്ഛൻ പ്രാർത്ഥിക്കാറും ഒക്കെ ഉള്ളത്, സംസാരിക്കാറൊക്കെ ഉള്ളത്. അവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ചെന്നപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അടയ്ക്കും. അത് എനിക്കൊന്ന് 9 മണി 8:30 ആകുമ്പോഴത്തേന് അത് അടയ്ക്കും. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അടയ്ക്കാൻ പോകുമായിരുന്നു. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു, പിന്നെ ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. കൃപാസനത്തിൽ ഒരു പ്രാവശ്യങ്ങളിൽ പോയിട്ട് ഉടമ്പടി എടുക്കണം എല്ലാവരും. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കും. കണ്ടില്ലേ, നല്ല നല്ല ഐശ്വര്യമാണ്. നമ്മൾ സമാധാനത്തോടെ പീസായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാനിത് വെക്കേഷൻ പോയപ്പം പോയതാണ്. ഞാനിപ്പോഴാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. വന്നൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഷോർട്ട്സായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശമാണ് മാതാവിൻ്റെ. ഇവിടെ മുല്ലപ്പൂമാല മേടിച്ച് അവിടെ തൂക്കിയിടാൻ പറ്റും. അതതിൻ്റെ മുകളിലത്തെ ഗോപുരമാണ് യേശുവിൻ്റെ. ആരും പോയിട്ടും കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണണം. ഇത് കാണാം. ഇത് രാത്രിയിലാണ്. രാത്രിയിലൊക്കെ ഒരു 7 മണിയൊക്കെ പോകാമെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം. എനിക്ക് തോന്നുന്നു 8 മണി 8:30 ആകുമ്പോഴത്തേനും അവരടയ്ക്കും. സമാധാനത്തെ പോയിരിക്കും കൃപാസനം. എല്ലാവരും ആദ്യമൊക്കെ കളിയാക്കിയ പോലെ കേട്ടെങ്കിലും പിന്നെ പോയപ്പോഴാണ് പലരുടെ അനുഭവങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് വിശ്വാസമായി പോവും. നമ്മൾ പ്രാർത്ഥിക്കാൻ ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പോയിട്ട് വീഡിയോസ് കാലം ചരിഞ്ഞു പോയി. ഇടത്തിൻ്റെ മിസ്റ്റേക്കാണ്. ചേട്ടനാണ് ഇരിക്കുന്നത്. ഞാനും ചേട്ടനും ചേച്ചിയും അളയനും കൂടെയാണ് പോയത്. ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയിരുന്നു, സ്വസ്ഥമായിട്ടിരുന്ന് കണ്ടു. അതാണ് അതിൻ്റെ അടിഭാഗമൊക്കെ. ഓക്കെ, ടാറ്റ.